മജോറിറ്റി ആൾക്കാർക്ക് ഈ പ്രിമച്വർ ഇജാക്കുലേഷൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതായത് ഒരു 5 പുരുഷന്മാരെ ഒന്നിച്ച് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 3 പേർക്ക് എന്തായാലും ഇത് കാണും. നമ്മുടെ തന്നെ ബോഡിയിൽ ആ റീജനറേറ്റീവ് കപ്പാസിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഐ എം മേക്കിംഗ് യൂസ് ഓഫ്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന മജോറിറ്റി പേഷ്യൻസിനോടും ഞാൻ ചോദിക്കുന്നത്, റോഡ് പണിയോ അല്ലെങ്കിൽ ഒരു പാറ പൊട്ടിക്കലോ അങ്ങനെയുള്ള കട്ടി പണിയെടുക്കുന്ന ഒരാളുടെ ദേഹത്തൂടെ ഓടുന്ന രീതിയിൽ ബ്ലഡ് എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും കഴിഞ്ഞ 10 വർഷത്തിൽ ഓടിയതായിട്ട് തോന്നിയിട്ടുണ്ടോ? മനുഷ്യരുടെ കോൺഫിഡൻസുമായിട്ടൊക്കെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ഒരു മെയിൽ ഓർഗൻ്റെ സൈസ്, അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അവർ സ്വകാര്യമായി അടക്കി പിടിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പം അത്തരം ബുദ്ധിമുട്ടുകളുമായി മനുഷ്യർ കാണാൻ വരാറുണ്ടോ? മജോറിറ്റി മെയിൽസും വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ലെങ്ത്തിലാണ് കാര്യം എന്നാണ്. പക്ഷേ അക്കോർഡിംഗ് ടു മീ ഒരു പ്രപ്പോർഷൻ വേണം, ലെങ്ത്തും അതുപോലെ ഗിർത്തും. അത് മനസ്സിലാക്കി കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഒരു മെഡിക്കൽ ബുക്സിലോ ഒന്നും കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഈ ജി സ്പോട്ട് എന്ന് പറയുന്നത്. ഒരു ഇൻറ്റിമേറ്റ് വെൽനെസ്സിനെ പറ്റി നമ്മൾ സംസാരിച്ചാൽ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഒരു ബേസിക് ക്വസ്റ്റ്യൻ, ഒരു എല്ലാ മനുഷ്യരുടെയും മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം. ഇൻറ്റിമേറ്റ് ഹൈജീൻ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇൻറ്റിമേറ്റ് വെൽനെസ് എന്ന വാക്ക് ഇതെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഇൻറ്റിമേറ്റ് ഹൈജീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഏരിയ കൂടുതലും ഇൻഫെക്ഷൻ പ്രോണാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഒരു വാഷ്റൂമിൽ പോയിട്ട് അവിടെ വെറ്റ് ചെയ്ത് അതെത്ര പേര് ഡ്രൈ ചെയ്തിട്ടാണ് ബാക്കി ഡ്രസ്സപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു ഏരിയയിൽ റിക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് ബോത്ത് ജെൻഡേഴ്സിലും വരും. ഈ വെജൈനൽ ഇച്ചിങ് ഒക്കെ പോലുള്ള. യെസ്, ആൻഡ് തുടയിടുക്കുകളിലുള്ള ആ ഒരു ചൊറിച്ചിൽ കൂടുതൽ കാലം ആ ചൊറിച്ചിൽ നിന്ന് അത് മാറാത്തൊരു കറുപ്പ് നിറമാവുന്നത് അല്ലേ. സോ ഇൻറ്റിമേറ്റ് ഹൈജീനിൽ നിന്നാണ് ഇൻറ്റിമേറ്റ് വെൽനെസ് വരുന്നത്. എന്നാൽ ഇൻറ്റിമേറ്റ് വെൽനെസ്സിൽ വേറെ കുറേ അധികം കാര്യങ്ങളുണ്ട്. ഇൻറ്റിമേറ്റ് ഏരിയ എന്ന് പറയുമ്പം ജസ്റ്റ് ഒരു ജെനൈറ്റോ യൂറിനറി സിസ്റ്റം എന്ന് കൺസിഡർ ചെയ്താൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അറ്റ് ഡിഫറെൻറ്റ് സ്പാൻ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ലൈഫ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഏരിയയിലൊരു ചൊറിച്ചിൽ വരും. അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പ് ആകുമ്പം ഈ ഒരു വൈറ്റിഷ് ഡിസ്ചാർജും അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അതിൻ്റേതായിട്ടുള്ള ഡിസ്കംഫേർട്ട് അല്ലേ. ഒരു പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. മിനോപോസും ഓൾമോസ്റ്റ് സെയിം തന്നെ. റിക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരുന്നു, ബേണിംഗ് സെൻസേഷൻ വരുന്നു, ഡ്രൈനെസ്, ലൂസ്നെസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, നമ്മളിങ്ങനെ സംസാരിച്ച് പോകുന്ന കുറേ ഏരിയാസ് ഉണ്ട്, പക്ഷെ അധികം സംസാരിക്കാത്ത, എന്നാൽ മനുഷ്യരിങ്ങനെ കുറേ മിത്തും യാഥാർത്ഥ്യവും ഒക്കെ മനസ്സിൽ പേറുന്ന ഒരു കാര്യമാണ് ഈ ജി സ്പോട്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഒരു പ്ലഷർ കേന്ദ്രമാണെന്നും അത് സ്റ്റിമുലേറ്റ് ചെയ്താൽ മനുഷ്യർക്ക് ഒരു പ്ലഷർ അനുഭവിക്കാൻ സാധിക്കുമെന്നൊക്കെ. പക്ഷെ അതേപ്പറ്റി കൃത്യമായ ധാരണകളോ അല്ലെങ്കിൽ സത്യമാണോ മിഥ്യയാണോ എന്നറിയാത്തൊരു ഒരു കൺഫ്യൂഷൻ നിറഞ്ഞൊരു ഏരിയ കൂടിയാണ്. ഒന്നത് വിശദീകരിക്കാമോ? നമ്മുടെ ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്ട്, അതായത് വെജൈന എന്ന് പറയുന്നത് ഒരു ഹോളോ ആയിട്ടുള്ള ഒരു ഓർഗനാണ്. അതിന് ചുറ്റും കുറച്ച് മസിൽസും ഉണ്ട്. നമ്മൾ ഒരു റേഡിയോളജിക്കൽ അല്ലെങ്കിൽ ഇമേജിങ് അല്ലെങ്കിൽ ഡിസെക്ഷൻ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ബുക്സിലോ ഒന്നും കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഈ ജി സ്പോട്ട് എന്ന് പറയുന്നത്. അങ്ങനെ അനാറ്റമിക്കലി ഒരു ഓർഗനോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ജി സ്പോട്ട് ഓഗ്മെൻറ്റേഷൻ എന്താ അതെന്ന് പറയുന്നത് ഈ വെജൈന ട്യൂബുലർ ആണെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കുറേ അധികം നെർവ് പ്ലെക്സസ് വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയയെ നമ്മൾ ട്രിഗർ ചെയ്യുമ്പോൾ ആ ഒരു വെജൈനൽ നെർവ്സ്, ക്ലിറ്റോറിസിലേക്ക് പോകുന്ന നെർവ് പ്ലെക്സസ്, അതുപോലെ പെൽവിക് ഫ്ലോർ മസിൽസ് കുറച്ചും കൂടെ ഇന്നോവേറ്റ് ചെയ്യും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്ലഷർ ഫീൽ വരുന്നത്. അല്ലാതെ അനാറ്റമിക്കലി ജി സ്പോട്ട് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഇല്ല. ഈ പ്ലഷറൊക്കെ മനുഷ്യർ വ്യത്യസ്തമായാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ഇല്ല, ഇത്തരം ഓർഗാസം ഒന്നും ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്ന സ്ത്രീകളുണ്ട്, അത് വ്യത്യസ്തമായി കാണുന്ന സ്ത്രീകളുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് മനുഷ്യരിൽ ഈ കയറ്റിറക്കങ്ങൾ സംഭവിക്കുന്നത്? അതിനെന്താണ് അതിൻ്റെ ഒരു സയൻസ്? ആക്ച്വലി ഒരു യൂണിവേഴ്സൽ ഫോർമുല ഫോർ ഓർഗാസം എന്ന് പറഞ്ഞില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു ഓർഗാസം എന്ന് പറയുമ്പോൾ അത് അവരുടെ ബ്രെയിൻ, അതുപോലെ അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം, ഇൻറ്റിമേറ്റ് ഏരിയയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ, അവിടുത്തെ സെൻസേഷൻ. അപ്പാർട്ട് ഫ്രം ദാറ്റ്
ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി, ദ കണക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, സം പീപ്പിൾ ഈ പറഞ്ഞ ജി സ്പോട്ട് മാത്രം ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഗാസത്തിലെത്തും. ചില ആൾക്കാർക്ക് ക്ലിറ്റോറൽ സ്റ്റിമുലേഷൻ അതിൻ്റെ ഒപ്പം വേണ്ടി വരും ഓർഗാസത്തിലെത്താൻ. ചില ആൾക്കാർക്ക് ഇതിലേതെങ്കിലും ഒന്നും മതിയായിരിക്കും. അപ്പോൾ ഒരു യൂണിവേഴ്സൽ ഫോർമുല എന്ന് പറഞ്ഞില്ല. ഇറ്റ് ഈസ് ഇൻഡിവിജ്വൽ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി നോർമൽ. അപ്പോൾ ഡോക്ടർ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യർക്ക് തോന്നുകയാണ്, ഡോക്ടർ എൻ്റെ എന്തോ ഒരു അനാട്ടമി കാരണം അല്ലെങ്കിൽ അവിടുത്തെ എന്തോ ഒരു പ്രശ്നം കാരണമാണ് എനിക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഒരു പ്ലഷർ സെൻസേഷൻ എനിക്ക് കുറവാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അത്തരം ധാരണകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ വഴികളോ ഉണ്ടോ ശരിക്കും? യെസ്, ഓഫ് കോഴ്സ്. കാരണം കൂടുതലും നമ്മൾ ഈ പോസ്റ്റ് പ്രഗ്നൻസിയിലൊക്കെ ആൾക്കാർ വരുന്ന വജനൽ ലൂസ്നെസ് ആണ് എന്നാണ് പൊതുവേ ധരിക്കുന്നത്. ബേസിക്കലി ആഫ്റ്റർ പ്രഗ്നൻസി ദേ ഡോണ്ട് ഫീൽ എനിത്തിങ്. മനസ്സിലായോ? അതുപോലെ ഒരു ഡേർട്ടി ആയിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് അവർ ചെന്ന് എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിറ്റൽ ഇൻകോണ്ടിനൻസ്. അതായത് ഡ്യൂറിങ് ആൻ അറ്റംപ്റ്റ് ടു പെനിട്രേഷൻ ഡ്രിബ്ലിങ് ഓഫ് യൂറിൻ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ബേസിക്കലി അവിടുത്തെ നെർവ്സ് അത്ര നന്നായിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു പെനിട്രേഷൻ്റെ സമയത്ത് മൂത്രസഞ്ചി ആ ബ്ലാഡറിനകത്ത് ഉണ്ടാവുന്ന പ്രഷർ കൊണ്ടിട്ട് യൂറിൻ ഡ്രിബിൾ ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇതിനെല്ലാം സാധാരണ എല്ലാവരും പറയുന്നത് കീഗിൾസ് എക്സസൈസ്, പെൽവിക് ഫ്ലോർ മസിൽ ടൈറ്റനിങ്. അങ്ങനെ എത്ര വിചാരിച്ചാൽ ടൈറ്റൻ ആവും അല്ലേ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ അതിനാണ് മജോറിറ്റി ആൾക്കാരും ട്രീറ്റ്മെൻറ്റ് തേടുന്നത്. ഈ കോയിറ്റൽ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്ന അവസ്ഥ ഈസ് വെരി കോമൺ. സ്പെഷ്യലി ഡ്യൂറിങ് പ്രഗ്നൻസി, ആഫ്റ്റർ പ്രഗ്നൻസി, മെനോപോസ്. ഇറ്റ് ഈസ് വെരി കോമൺ. പക്ഷേ അത് എത്ര പേര് അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത് യൂറിൻ ഡ്രിബിൾ ചെയ്യുന്ന അവസ്ഥ, അതെന്ന് പറയുന്നത് അവരുടെ ഒരു മോറൽ സൈഡ് കൊണ്ടല്ല ആ യൂറിൻ പോകുന്നത്. അവർ ബോഡി ഈസ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ്. അതായത് അവിടുത്തെ ആ ഒരു നെർവ്സ് അല്ലെങ്കിൽ മസിൽസ്, ആ ബ്ലഡ് വെസൽസിന് അത്രയ്ക്കുള്ള പാങ്ങേ ഉള്ളൂ എന്ന്. അപ്പം സയൻസ് ഇസ് ദെയർ ടു അഡ്രസ് ഇറ്റ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ ഈ ഹൈഫു പോലെയുള്ള കുറേ ട്രീറ്റ്മെൻറ്റ്സും, ഇപ്പോൾ ഒരു ഫാൻസി ആയിട്ട് ഹൈഫും ചെയർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട്. ഐ ഫീൽ ഇറ്റ് ഇസ് ഫാൻസി. വൈ? ബിക്കോസ് ഞാനതിൻ്റെ ട്രയൽ 3 മാസം എടുത്തയാളാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് പേഴ്സണലി അതുപോലെ ഞാൻ ട്രൈ ചെയ്ത പേഷ്യൻസിനും ഒരു റിസൾട്ട് ഞാൻ കണ്ടില്ല. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നത് 1 ഇഞ്ചെക്റ്റബിൾസ്, 2 എനർജി ബേസ്ഡ് ഡിവൈസസ്. ഈ എനർജി ബേസ്ഡ് ഡിവൈസസ് നമ്മുടെ അൾട്രാസൗണ്ടിൻ്റെ പ്രോബില്ലേ, പ്രഗ്നൻസിയിലൊക്കെ പോകുമ്പം അവർ വെജൈന വഴി നോക്കുന്ന പ്രോബ് ഏതാണ്ട് അത്രയും കാണും. അതിനകത്തൊരു ഒപ്റ്റിക് ഫൈബറാണുള്ളത്. ആ ഒപ്റ്റിക് ഫൈബർ കൊണ്ടുള്ള ആ ഒരു ലേസർ അത് നോൺ അബ്ലേറ്റീവ് ആണ്. അതായത് പേഷ്യൻ്റ് എന്തോ അവിടെ ചെയ്യുന്നു എന്നറിയാം, എന്നാൽ ഒരു ഡിസ്കംഫർട്ടോ ഇല്ല, ബേണിംഗ് ഇല്ല, പെയിൻ ഇല്ല, ഒന്നുമില്ല. ഹാർഡ്ലി ഒരു 30 മിനിറ്റ്സിൻ്റെ പരിപാടിയേ ഉള്ളൂ. പക്ഷേ ഇയർലി ഒരു 3 to 4 ടൈംസ് അത് നമ്മൾ ചെയ്യേണ്ടി വരും. വൈ? ബിക്കോസ് നെർവ്സ് ആൻഡ് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരൊറ്റ തവണ കൊണ്ട് നടക്കില്ല. അതുകൊണ്ട് എന്നാൽ ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ വെജൈനോപ്ലാസ്റ്റി പോലെയുള്ള പ്രൊസീജിയേഴ്സ്. അതെന്ന് പറയുന്നത് ഭയങ്കര റൂമി ആയിട്ടുള്ളൊരു വെജൈന വരുന്നു. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു, കട്ട് ചെയ്ത് ട്രിം ചെയ്ത് ഷോർട്ടാക്കി ടൈറ്റൻ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ട് പർപ്പസാണ് സെർവ് ചെയ്യുന്നത്. എല്ലാം ആ ഏരിയയിലാണെങ്കിലും 2 ഡിഫറെൻറ്റ് പ്രൊസീജിയറുമാണ്. ഇതുപോലെ തന്നെയാണ് ഇതിനോട് അനുബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുള്ള ഈ ഓർഗാസ്മിക് ഷോട്ടുകൾ, അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഏത് ഏരിയയിലാണ് വരിക, ഏത് കാറ്റഗറിയിലാണ് വരിക? ഓർഗാസ്മിക് ഷോട്ട് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു ബ്യൂട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണലി അല്ല. ഓക്കെ, അതെന്ന് പറയുന്നത് കൂടുതൽ ഓർഗാസം ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഷോട്ട്സാണ്. ഓക്കെ, ഇപ്പം അതിൻ്റെ IV ഫോർമുലേഷൻസ് ഉണ്ട്, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. അതെന്ന് പറയുന്നത് റീഇഗ്നൈറ്റ് യുവർ വൈറ്റാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ ഒരു കോക്ടെയിലായിട്ട് നമുക്കത് കൊടുക്കാൻ പറ്റും. അത് കുറച്ചൊരു എനർജി ലെവൽസ്, അതുപോലെ ഹോർമോൺ ബാലൻസ്, അത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇൻറ്റിമേറ്റ് ഏരിയയിൽ തന്നെ കൊടുക്കുന്ന ഷോട്ട്സ് ഉണ്ട്. ലൈക്ക് മെയിൽസിനാണെങ്കിൽ P ഷോട്ട്, ഫീമെയിൽസിനാണെങ്കിൽ O ഷോട്ട്, G ഷോട്ട് എന്നൊക്കെ പറയുന്നത്. അത് ആ പെർട്ടിക്കുലർ ഏരിയ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നെർവ്സ് എല്ലാം കൂടെ വന്നിരിക്കുന്ന സ്ഥലമാണ്. അപ്പം അവരെ ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ചെയ്യുമ്പോഴത്തേനും
അവരെങ്ങനെ ആണോ ദേ ആർ സപ്പോസ് ടു ബി വർക്കിംഗ് അതേപോലെ വർക്ക് ചെയ്യും. അതായത് ആ പെർട്ടിക്കുലർ ഏരിയയിലുള്ള മസിൽ അവിടെ ഒരു ന്യൂറോ മോഡുലേഷൻ വരും, മസിൽസ് റിലാക്സ്ഡ് ആവും, പെയിൻ ഇല്ല, സെക്രീഷൻസ് കൂടും, വിച്ച് ഇസ് ഇൻ എ വേ ഗുഡ്. അപ്പോൾ അറിയാൻ താല്പര്യമുണ്ടേ, ഈ എന്ത് പ്രശ്നം ഈ സെൻസേഷൻ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ള കാരണവുമായിട്ടാണോ മനുഷ്യർ ഇത്തരം ജി ഷോട്ട് ആയാലും ഓ ഷോട്ട്സ് ആയാലും അത് എടുക്കാൻ വരുന്നത്? അത് കഴിഞ്ഞിട്ട് അവർ പങ്കുവെച്ചിട്ടുള്ള അനുഭവങ്ങളോ എന്തൊരു മാറ്റമാണ് മനുഷ്യരിൽ കാണാറുള്ളത് ശരിക്കും? സോ ജനറലി ഇങ്ങനെയുള്ള ഷോട്ട്സ് എടുക്കുന്നവരുണ്ടല്ലോ, അവർ ഒരു 1 മന്ത് കഴിയുമ്പോൾ അവർ പറയുന്നത് ആ ഒരു ഇംപ്രൂവ്ഡ് ടെക്സ്ചർ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ഓർഗാസം, ആ ഒരു ഇൻറ്റിമേറ്റ് ഷോട്ട്സ് ബൂസ്റ്റർ ഷോട്ട് എന്നത്തേക്ക് എടുക്കണം എന്ന് ചോദിക്കുന്നവരാണ് മെജോറിറ്റി ആൾക്കാരും. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ലൈക്ക് ഡോക്ടർ അല്ല ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ മുടി വെട്ടാനായിട്ട് വേറെ ആരെങ്കിലും പറയണോ? എനിക്ക് തോന്നുമ്പോൾ പോയി വെട്ടിക്കൂടെ? സംതിങ് ലൈക്ക് ദാറ്റ്. നമുക്ക് എപ്പോഴാണ് ഒരു ഷോട്ട് എടുക്കണം അല്ലെങ്കിൽ ഒരു റിജുവനേഷൻ അല്ലെങ്കിൽ ഒരു ബൂസ്റ്റർ ഷോട്ട് കിട്ടിയാൽ കൊള്ളാം എന്ന് തോന്നുന്നത് ആ സമയത്ത്. സം പീപ്പിൾ ഇയർലി വൺസ്, സം പീപ്പിൾ എവറി 3 മന്ത്ലി, ദാറ്റ് ഡിപ്പെൻസ്. ഓരോരുത്തരുടെയും കൺസേൺ ഡിഫറെൻ്റ് അല്ലേ, അതുകൊണ്ട് അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ബ്യൂട്ടി എന്താണെന്നറിയോ? ഐ ഹാവ് ക്യാൻസർ സർവൈവേഴ്സ് ഓൾസോ ഫോർ ദിസ് ട്രീറ്റ്മെൻറ്റ്. വൈ? ബിക്കോസ് അവരുടെ ഈ ട്രീറ്റ്മെൻറ്റും ബാക്കിയുള്ള മെഡിസിൻസൊക്കെ കഴിയുമ്പോൾ മൊത്തത്തിൽ ഇമാഷിയേറ്റഡ് ആവും. അവർ കൂടുതലും വരുന്ന ഈ ഡ്രൈനസിൻ്റെ പ്രശ്നമായിട്ടാണ്. പക്ഷേ അത് ഭയങ്കര നല്ല രീതിയിൽ എന്ത് ചെയ്യും, റിസൾട്ട് കാണിക്കും. ഓക്കെ ഡോക്ടർ, നമ്മൾ ഈ മാരേജിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഒരു കാലം വരെ മാരേജുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ ഹൈമൻ എന്നുള്ള വാക്കുകൂടി. ഇപ്പോൾ ഇടയ്ക്കൊരു കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു, ആർട്ടിഫിഷ്യൽ ഹൈമൻ വെച്ച് പിടിപ്പിച്ചതാണ് കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടെന്നൊക്കെ. അപ്പോൾ ഇപ്പോഴും അത്തരം കൺസേൺസുമായിട്ട് ഡോക്ടറെ കാണാൻ വരുന്നവരുണ്ടോ? എന്താണ് അവരുടെ ആവശ്യം? അത്തരം ഹൈമൻ നാച്ചുറലി പൊട്ടിപ്പോവുക അല്ലെങ്കിൽ അത് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി വരിക, അത്തരം കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടോ ശരിക്കും? ഹൈമൻ ആക്ച്വലി ഒരു തിൻ മെംബ്രെയിനാണ്. അപ്പോൾ പണ്ടൊക്കെ ഒരു വിർജിനിറ്റിയുടെ ഒരു സിമ്പിളായിട്ട് ഹൈമൻ കണ്ടുവരുന്ന ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അത് കസ്റ്റം അല്ലേ, ഒരു പെർട്ടിക്കുലർ ഏരിയ ഓഫ് ദ വേൾഡ് അതിപ്പോഴും ഭയങ്കരമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. അക്കോർഡിംഗ് ടു മീ ഇറ്റ് ഈസ് യുവർ ബോഡി, യുവർ ഡെസിഷൻ, യുവർ പീസ് ഓഫ് മൈൻഡ്. ഈ കാര്യങ്ങൾ ഇത്രയും ഈ ഒരു പ്രൊസീജിയർ കൊണ്ട് കൊണ്ടുവരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു മേ ഡു ഇറ്റ്. ഓക്കെ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ചോദിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നൊരു കാര്യം, ഒരു 3 മന്ത്സ് ബാക്ക് എനിക്കൊരു 18-year-old ഗേൾ എൻ്റെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. ഷീ ഈസ് ജസ്റ്റ് 18. ഓക്കെ. ഓക്കെ. അപ്പോൾ അവർക്ക് നേരത്തെ കല്യാണാലോചന അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആണ്. അതുകൊണ്ട് ആ ഒരു ഹിസ്റ്ററി വൈസ് നോക്കുവാണെങ്കിൽ കുറച്ച് ഡാർക്കാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് ഇപ്പോൾ ഇത്? അത് നാച്ചുറലി എല്ലാവർക്കും ചിലപ്പോൾ പൊട്ടിപ്പോവാം. ജസ്റ്റ് ഒരു സൈക്ലിംഗ് മാത്രം ഉണ്ടെങ്കിലും ഇറ്റ് ക്യാൻ റപ്ചർ. ഇറ്റ് ഈസ് ജസ്റ്റ് എ മെംബ്രെയിൻ, പാൽപ്പാട പോലെ ഒരു മെംബ്രെയിനാണത്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു അതെ, ബട്ട് ഐ വോണ്ട് ടു ഗെറ്റ് മാരീഡ് ടു സമ്മൺ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അയാളോട് പറയാൻ പറ്റില്ല. അപ്പോൾ ശരി, എന്താ പ്രശ്നം? സ്കൂളിൽ ഷീ ഹാസ് ബീൻ അബ്യൂസ്ഡ് ബൈ സം ഓഫ് ഹർ ഫാക്കൽറ്റി ഇൻ സ്കൂൾ. അത് ആഫ്റ്റർ സ്കൂൾ ടൈമിലായിരുന്നു. ആൻഡ് അത് റെപ്പറ്റേറ്റീവായിട്ട് ആ വർഷം മൊത്തം പൊയ്ക്കൊണ്ടിരുന്നു. ഈ കുട്ടി സ്കൂളിൽ പോകാതിരിക്കും. വീട്ടുകാർക്ക് ഓൾറെഡി കുറേ പ്രശ്നങ്ങളുണ്ട്. ഇത് അഡ്രസ്സ് ചെയ്യാൻ ആരുമില്ല. ഈ നിമിഷം വരെയും ആ കൊച്ചു ഇത് അഡ്രസ്സ് ചെയ്തിട്ടുമില്ല. അൾട്ടിമേറ്റ്ലി അത് ഡിപ്രഷനിലേക്ക് പോയി. ഷീ ഈസ് ഓൺ സം മെഡിസിൻസ് ഓൾസോ. എന്ന് ചോദിച്ചാൽ അവിടെ പറഞ്ഞോ? അവിടെയും പറഞ്ഞില്ല. സൈക്യാട്രി ഡോക്ടറോട് കാര്യം പറഞ്ഞാലേ അവരതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കൂ. ഈ കാര്യം ഇത് പറയുന്നില്ല. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു അസ്, അതൊരു ജഡ്ജ്മെൻറ്റ് ഫ്രീ സോൺ ആയതുകൊണ്ടായിരിക്കും ആ പേഷ്യൻ്റ് അത് ഓപ്പൺ അപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെൻസിറ്റീവ് ഇഷ്യൂസ് ആണ്. ഇഫ് യു സീയിങ് സം ഓഫ് ദ സൈക്കോളജിസ്റ്റ് ഓർ സൈക്യാട്രിസ്റ്റ്, അത് ഓപ്പൺ അപ്പ് ചെയ്യണം. അല്ലാതെ ഈ ഒരു റിപ്പയറിന് വേണ്ടി വന്നത്. അപ്പം ഞാൻ പറഞ്ഞു ശരി, കുഴപ്പമില്ല, മാരേജ് അടുക്കുന്ന സമയത്ത് നമുക്ക് റിപ്പയറിന് വേണ്ടി നോക്കാം. അപ്പോൾ ഓൺ എക്സാമിനേഷൻ, ക്ലിനിക്കൽ എക്സാമിനേഷൻ ഞാൻ മനസ്സിലാക്കിയത് ഷീ ഹാസ് ബീൻ അബ്യൂസ്ഡ് മൾട്ടിപ്പിൾ ടൈംസ്. യെസ്. അത് കഴിഞ്ഞിട്ട് കുറേ ഡ്രഗ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ ആയി. പിന്നെ ഒരു ബോയ് ഫ്രണ്ടായി. അപ്പോൾ ബോയ് ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനൊരു കാര്യം ഉള്ളതുകൊണ്ട് എനിക്ക് നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതെല്ലാം ഒരു 18 years ഉള്ളൊരു കുട്ടിയാണ് വന്ന് പറയണത്. അപ്പോൾ ഒരു ന്യൂ ലൈഫിന് ഒരു കോൺഫിഡൻസ് പോലെയാണ്
ഈ ഒരു പ്രൊസീജിയറിന് ആ വേണ്ടി യെസ്, വന്നിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അൾട്ടിമേറ്റ്ലി ഒരു പീസ് ഓഫ് മൈൻഡ് അതുവഴി കിട്ടുമെങ്കിൽ ചെയ്യുന്നത് തെറ്റൊന്നുമില്ല. ഓക്കെ ഡോക്ടർ, നമ്മൾ ഇത്രയും സമയം സ്ത്രീകളെ പറ്റിയാണ് സംസാരിച്ചത്. ഇനി നമ്മൾ പുരുഷന്മാരിലേക്ക് വന്നാൽ പൊതുവേ ആ, ഇല്ല പുരുഷന്മാർക്കെല്ലാം ഓക്കെയാണ് എന്നുള്ള ഒരു ധാരണ കൂടിയുണ്ട്. നമ്മൾ ഈ ലൂസ്നെസ്സിനെ പറ്റിയും ഡ്രൈനെസ്സിനെ പറ്റിയും ഒക്കെ സ്ത്രീകളുമായി ചേർത്താണ് സംസാരിക്കാറുള്ളത്. പുരുഷന്മാർ പ്രധാനമായും എന്താശങ്കയുമായിട്ടാണ് ഇത്തരം ഒരു ഇൻറ്റിമേറ്റ് വെൽനെസ് എന്നൊരു ഏരിയയിൽ ഡോക്ടറെ കാണാൻ വരാറുള്ളത്? കൂടുതലും വരുന്നത് പ്രിമച്വർ ഇജാക്കുലേഷൻ ആൻഡ് മെയിൽ ഓർഗൻ എൻഹാൻസ്മെൻറ്റ്. അപ്പോൾ മജോറിറ്റി ആൾക്കാർക്ക് ഈ പ്രിമച്വർ ഇജാക്കുലേഷൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതായത് ഒരു 5 പുരുഷന്മാരെ ഒന്നിച്ച് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 3 പേർക്ക് എന്തായാലും ഇത് കാണും. യെസ്, ഓക്കെ. അതെ. അപ്പം ചില ആൾക്കാർക്ക് ലൈഫ് ലോങ് അങ്ങനെ തന്നെ ആയിരിക്കും. ചില ആൾക്കാർക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു സമയത്ത് തുടങ്ങിയതാവാനാണ് ചാൻസ്. പിന്നെ ചില ആൾക്കാർ പറയും, എൻ്റെ ഒരു ചെറുപ്പകാലത്ത് എൻ്റെ 20 ഇയേഴ്സിൽ എനിക്ക് ഇത്ര സമയം ഉണ്ടായിരുന്നു, ഇപ്പോൾ എൻ്റെ 40ാമത്തെ വയസ്സിൽ എനിക്ക് ഇത്ര സമയം കിട്ടുന്നുള്ളൂ. അതെന്ന് പറയുന്നത് ഈ യൂറോപ്യൻ അസോസിയേഷൻ ഫോർ യൂറോളജിസ്റ്റ് വരെ 2026 ഒരു ഗൈഡ് ലൈൻ ഇറക്കിയതിൽ അത് നോർമലാണ് എന്നുള്ള സ്റ്റഡി ഉണ്ട്, ഓൾറെഡി ഉണ്ട്. വൈ? ബിക്കോസ് ഒരു 18 ഇയേഴ്സ് ടു 30 ഇയേഴ്സ് എന്ന് പറയുന്ന ഐഡിയലി 8.5 മിനിറ്റ്സ് ആണ്. ആൻഡ് ആഫ്റ്റർ 30 അത് ഗ്രാജുവലി എന്ത് ചെയ്യും, അതൊരു 7.4 ആവും. പിന്നെ ഒരു 45 ആ ഒരു റേഞ്ചൊക്കെ ആകുമ്പോഴത്തേനും പിന്നെ അത് കുറയും. അങ്ങനെ ഒരു 51 പ്ലസ് ആയിട്ടുള്ള ഒരാൾക്ക് 5 മിനിറ്റ്സ് ഓർ ലെസ് ദാൻ ദാറ്റ് വിച്ച് ഇസ് കൺസിഡേർഡ് നോർമൽ. അപ്പോൾ ഈ ഒരു പ്രിമച്വർ ഇജാക്കുലേഷനാണ് പ്രശ്നമെന്ന് പറഞ്ഞു വരുന്ന മനുഷ്യർക്ക് ശരിക്കും ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണോ? എത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് അവൈലബിൾ? ആർക്കൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാമെന്ന് ഡോക്ടർ തീരുമാനിക്കുന്നത് ശരിക്കും? ആക്ച്വലി ഈ പ്രിമച്വർ ഇജാക്കുലേഷൻ എന്ന് പറയുന്ന ഉടനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് അവരെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അവരുടെ കുറച്ച് ഹോർമോൺ സ്റ്റഡീസ്, അവരുടെ ലൈഫ് സ്റ്റൈല്, അതിന് ആക്ച്വലി ഞാൻ ഒരു ക്വസ്റ്റ്യനെയറായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈ? ബിക്കോസ് ഐ ഷുഡ് നോട്ട് മിസ് എനി പോയിൻറ്റ്സ് എന്നുള്ള രീതിയിൽ. അപ്പോൾ കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് അവർ ആൻസർ ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫണൽ ചെയ്ത് അവർക്ക് എന്താണ് ആക്ച്വലി പ്രിമച്വർ ഇജാക്കുലേഷൻ തന്നെയാണോ അതോ ലാക്ക് ഓഫ് ഡിസയർ ആണോ, അതും വരാം, ലോസ് ഓഫ് ലിബിഡോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ ഹോർമോൺസോ അല്ല ഈ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് ഈ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അതും ആവാം, ഇറ്റ് കുഡ് ബി എനിത്തിങ്. അപ്പോൾ പ്രിമച്വർ ഇജാക്കുലേഷൻ എന്ന് വന്ന് പേഷ്യൻ്റ് പറയുമ്പോൾ നമുക്ക് ഓക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തരാം എന്നൊരിത് പറയാൻ പറ്റില്ല. ആദ്യം അവരെ ഇവാലുവേറ്റ് ചെയ്ത് ഓർഗാനിക് കോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്ത ശേഷം മാത്രമായിരിക്കും ഈ ഒരു പ്രിമച്വർ ഇജാക്കുലേഷനിലോട്ട് പോകുന്നത്. ബേസിക്കലി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതർവൈസ് നോർമലായിട്ടുള്ള ഒരു അഡൾട്ട് ആണെങ്കിൽ വാട്ട് വി ഫോക്കസ് ഓൺ ഇസ് ജസ്റ്റ് ദ ബ്ലഡ് ഫ്ലോ ആൻഡ് നെർവ്സ്. ഒരു ആണിനെ സംബന്ധിച്ച് അത്രയധികം മസിൽസ് ഉള്ളൊരു ബോഡിയാണ് ദൈവം കൊടുത്തേക്കുന്നത്. ഒരുപാട് ടെസ്റ്റോസ്റ്റിറോണും ഒക്കെ വാരി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും വൈറ്റ് കോളർ ജോബ് മതി, എവറി വൺ ഈസ് സിറ്റിംഗ് ഐഡിൽ. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന മെജോറിറ്റി പേഷ്യൻസിനോടും ഞാൻ ചോദിക്കുന്നത്, റോഡ് പണിയോ അല്ലെങ്കിൽ ഒരു പാറ പൊട്ടിക്കലോ അങ്ങനെയുള്ള കട്ടി പണിയെടുക്കുന്ന ഒരാളുടെ ദേഹത്തൂടെ ഓടുന്ന രീതിയിൽ ബ്ലഡ് എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും കഴിഞ്ഞ 10 വർഷത്തിൽ ഓടിയതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതിന് ചില ആൾക്കാർ പറയും, ഡോക്ടറെ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, 1 hour എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യും. ഓക്കെ, ബട്ട് സ്റ്റിൽ ഹാർട്ട് അവിടെ ഇരുന്ന് പമ്പ് ചെയ്യുന്നത് കൊണ്ട് എന്തിനോ വേണ്ടി കുറച്ച് ബ്ലഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഓർഗൻസ് സ്പെഷ്യലി എൻഡാർട്ടറീസ് ഉള്ളിടത്ത് ലെസ് ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ കുറയും, അതുവഴി സെൻസേഷനും കുറയും. സോ വാട്ട് വി ടാർഗറ്റ് ഇസ് ഒരു റീവൈറ്റലൈസേഷനാണ്, നമ്മുടെ ബോഡിയുടെ തന്നെ റീജനറേറ്റീവ് കപ്പാസിറ്റിയാണ്. നിയോവാസ്കുലറൈസേഷൻ, ന്യൂ ബ്ലഡ് വെസൽസ് ആൻഡ് നെർവ്സ് ഷുഡ് ഫോം. അത് നമ്മുടെ തന്നെ ബോഡിയിൽ ആ റീജനറേറ്റീവ് കപ്പാസിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഐ എം മേക്കിംഗ് യൂസ് ഓഫ്. അതിന് ഇപ്പോൾ ഇന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നാളെ ഓക്കെ ആവും ഒരർത്ഥമില്ല. ഇറ്റ് ടേക്സ് ടൈം, ബിക്കോസ് നമ്മളുടെ ബോഡിയിൽ അത് ഉണ്ടായി വരണം. അതുകൊണ്ട് ഹാർഡ്ലി ഒരു 30 to 45 days ആൻഡ് റെപ്പറ്റേറ്റീവ് ഷോട്ട്സ് നീഡഡ്. വൈ? ബിക്കോസ് അതൊരു ബൂസ്റ്റർ ഷോട്ടാണ്. നമ്മളൊരു ചെടിയെ വളർത്തുന്നത് എല്ലാ ദിവസവും അതിന് വെള്ളം കോരണ്ടേ, സംതിങ് ലൈക്ക് ദാറ്റ്. വൺസ് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ബൂസ്റ്റർ ഷോട്ട് പോലെ വൺസ് ഇൻ എ ഇയർ ഓർ ട്വൈസ് ഇൻ എ ഇയർ എടുത്താൽ മതിയാവും.
ഈ മനുഷ്യരുടെ കോൺഫിഡൻസുമായിട്ടൊക്കെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ഒരു മെയിൽ ഓർഗൻ്റെ സൈസ്, അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അവർ സ്വകാര്യമായി അടക്കി പിടിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പം അത്തരം ബുദ്ധിമുട്ടുകളുമായി മനുഷ്യർ കാണാൻ വരാറുണ്ടോ? അതിന് ശരിക്കും ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടെന്ന് പോലും പലർക്കും അറിയുണ്ടാവില്ല. അപ്പോൾ അതിനെന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? മജോറിറ്റി മെയിൽസും വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ലെങ്ത്തിലാണ് കാര്യം എന്നാണ്. പക്ഷേ അക്കോർഡിംഗ് ടു മീ ഒരു പ്രപ്പോർഷൻ വേണം, ലെങ്ത്തും അതുപോലെ ഗിർത്തും. അത് മനസ്സിലാക്കി കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്, ഫസ്റ്റ് തിങ്. സെക്കൻഡ്ലി, ഈ പ്രിമച്വർ ഇജാക്കുലേഷൻ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ ആദ്യം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് മാത്രം എൻഹാൻസ്മെൻറ്റിന് പോകുകയെന്ന് ഞാൻ പറയാറുണ്ട്. എൻഹാൻസ്മെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്രൊസീജിയർ. അതായത് ആർട്ടിഫിഷ്യലായിട്ടൊന്നും വെച്ചതായിട്ട് തോന്നത്തില്ല. ഒന്ന്, ഫോർസ്കിൻ പ്രിസർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മെയിൽസിന് ദാറ്റ് ലുക്സ് റിയലി നാച്ചുറൽ. അതിനകത്ത് ഒന്നും ചെയ്തതായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. ഓക്കെ. പിന്നെ ഈ എൻഹാൻസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഐദർ ബോഡി ഫാറ്റ് ഓർ ഫില്ലേഴ്സ്. എന്നെ സംബന്ധിച്ച് ഞാൻ 2 ടൈപ്പ് ഓഫ് ഫില്ലേഴ്സ് അത് ക്ലബ് ചെയ്തിട്ടൊരു കോക്ടെയിലാക്കിയാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഒരു പ്രോപ്പറായിട്ടൊരു മോൾഡിങ് എനിക്ക് കിട്ടും. ആൻഡ് നാച്ചുറൽ ഗിർത്ത്, ആ നാച്ചുറൽ ഫീലിൽ തന്നെ ഇരിക്കും. അത് തൊട്ട് നോക്കുമ്പോൾ പോലും ഒരു വേറെ എന്തോ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യത്തില്ല. ആൻഡ് ഇറ്റ് ഈസ് ലോങ് ലാസ്റ്റിംഗ് ഓൾസോ, ബിക്കോസ് ആ കോമ്പിനേഷൻ ഫില്ലേഴ്സ് വരുമ്പോഴത്തേക്കിനും. അങ്ങനെ അത് ജസ്റ്റ് ഒരു 1 സെഷൻ ചെയ്താൽ മതി. ആൻഡ് ഇറ്റ് ഈസ് ഡൺ. അടുത്തൊരു 5 വർഷത്തേക്ക് ഇറ്റ് ഈസ് ഓക്കെ. അതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. ബട്ട് സം മെയിൽസ് യൂസ് ടു കം, ഡോക്ടറെ ഞാൻ ഇമ്പ്രൂവ് ആയി കേട്ടോ, പക്ഷേ ഇപ്പോൾ എനിക്കൊരു ഇച്ചിരിയും കൂടെ കൂടുതൽ ഉണ്ടെങ്കിൽ കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ഒരു 8 മാസം കഴിഞ്ഞിട്ടേ അടുത്തത് ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. വൈ? ബിക്കോസ് നമ്മൾ ഈ വെക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം നമ്മളുടെ നോർമൽ ടിഷ്യൂ ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അതിനുള്ളൊരു സമയമാണ് കൊടുക്കുന്നത്. ഡോക്ടർ, ഇത് പറയുമ്പോഴും പലർക്കും ഒരു ആശങ്ക ഉണ്ടാവും, ഞാൻ എങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങളുമായി ഒരു ലേഡി ഡോക്ടറെ കാണാൻ പോവുക, ഞാൻ എങ്ങനെയായിരിക്കും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ഈ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറിലൂടെ കടന്നു പോവുക എന്നുള്ളത്. 2, അവരോട് പറയാൻ എന്തെങ്കിലും അനുഭവങ്ങളോ ഓർമ്മകളോ അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ കൂടി ഉണ്ടോ? എനിക്ക് എല്ലാ ദിവസവും മെയിൽസിൻ്റെ കോൾ വരുന്നത്, ലേഡി ഡോക്ടറാണോ, അവിടെ മെയിൽസ് ഇല്ലേ? വാട്ട് മേക്സ് ദ ഡിഫറൻസ് വെൻ വി ആർ പ്രൊഫഷണൽസ് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഈ ഇൻറ്റിമേറ്റ് ഏരിയ ഡീൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഞാൻ എല്ലാവരോടും പറയുന്നത്, ഇഫ് ഐ ക്യാൻ സീ യുവർ നോസ്, ഐ ക്യാൻ സീ യുവർ ഇൻറ്റിമേറ്റ് ഏരിയ ഓൾസോ. ബിക്കോസ് ഇത് എൻ്റെ ജോലിയല്ലേ. അതുകൊണ്ട് അല്ലാതെ അതിനകത്ത് വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഇത് സയൻസ് ബാക്ക്ഡ് ആണ്. ഇഫ് യു ഹാവ് സം സ്മോൾ ഇഷ്യൂ, ഗെറ്റ് ഇറ്റ് കറക്റ്റഡ്. അതിപ്പോൾ ഒരു മെയിൽ ആയാലും ഫീമെയിൽ ആയാലും എന്താ, നമുക്ക് ഒരു പ്രശ്നമുണ്ട്, അത് സോർട്ട് ചെയ്യാം. യു ക്യാൻ ഗോ ടു ആൻ എക്സ്പെർട്ട്. ഒരു 52 ഇയർ ഓൾഡ് ഒരു മെയിൽ വന്നായിരുന്നു. അപ്പോൾ ആദ്യം വന്നത് ശരിക്കും പറഞ്ഞാൽ എന്നെ ഒന്ന് ജഡ്ജ് ചെയ്യാനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം വൺസ് കൺസൾട്ടേഷൻ എടുത്തു, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. സൂപ്പർഫിഷ്യലി ടു ബി ഫ്രാങ്ക് എനിക്കൊന്നും മനസ്സിലായില്ല. അതായത് എനിക്ക് കുറച്ച് ബലക്ഷയമുണ്ട്. ഒരു 52 വയസ്സുള്ള ഒരാൾ ബലക്ഷയം എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് മനസ്സിലാക്കാനാണ്? ഓക്കെ. അപ്പോൾ ഞാനത് ഇങ്ങനെ അതെന്താ, അതെനിക്ക് ആ വാചകം എന്താണെന്നുള്ള മനസ്സിലായില്ല. പറഞ്ഞാൽ ഇല്ല, എനിക്കങ്ങനെ ഒരു ഡിക്രീസ്ഡ് ഡിസയർ എന്നുള്ള രീതിയിലാണ്, ഞാൻ ഒട്ടും പോകാറില്ല. ബട്ട് സ്റ്റിൽ ബാക്കിയുള്ള ലേഡീസിനെ കാണുമ്പോൾ എറൗസൽ എനിക്ക് ഓക്കെയുമാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് എ റിയൽ ഇഷ്യൂ? അത് ഈ പ്രിമച്വർ ഇജാക്കുലേഷൻ ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഈ ഏജ് ഡയബറ്റിക് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കംപ്ലീറ്റ് പ്രൊഫൈൽ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ വിട്ടു. സെക്കൻഡ് ടൈം വന്നപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഓൾറെഡി ഒരു വട്ടം കണ്ടറിയാമല്ലോ. അങ്ങനെ അപ്പം ഞാൻ ചോദിച്ചു, എക്സാമിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള. അന്നേരം ചെയ്യാം, പക്ഷേ മെയിൽ ഡോക്ടേഴ്സ്. ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇപ്പം ഞാനേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഓക്കെ, പക്ഷെ മോളുടെ പ്രായമല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഒരച്ഛൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മോളല്ലേ നോക്കാനുള്ളൂ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് വാ നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയതാണ്. അങ്ങനെ നോക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 3 സെഷൻസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓവർ എ പീരീഡ് ഓഫ് 9 മന്ത്സ് കൊടുത്തു. നൗ ഹി ഈസ് വെരി ഹാപ്പി. അവരുടെ ഫാമിലി ലൈഫ്, അവരുടെ ആ ഒരു ഇൻ്റർകോഴ്സിൻ്റെ ഫ്രീക്വൻസി കൂടി. ഹിസ് വൈഫ് ഈസ് ഓൾസോ വെരി ഹാപ്പി. വൈ? ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ പണ്ടത്തെയൊക്കെ എന്ന് പറയുന്നത് മുസ്ലിം ലേഡീസൊക്കെ ഒത്തിരി യങ് ഏജിലാണ് മാരീഡ് ആവുന്നത്. 52 വയസ്സുള്ള ഒരാളുടെ വൈഫ് ഹാർഡ്ലി 42 ഇയേഴ്സേ ഉള്ളൂ. അവർക്ക് അന്നേരം ഒരു ഓൾഡ് ഏജ് എന്ന് പറഞ്ഞിരിക്കാനുള്ളൊരിതല്ല. അപ്പോൾ അന്ന് എല്ലാവരും നേരത്തെ കല്യാണം കഴിക്കുന്ന ഒരു
അല്ലേ? ഏജ് ഡിഫറൻസും അങ്ങനെയാണ് ഒരു കൂടുതലായിരിക്കും. ചോയ്സ്. അപ്പോൾ ഷീ ഈസ് വെരി യങ് ആൻഡ് ഷീ ഗോട്ട് ഹർ ലൈഫ് ബാക്ക്. യെസ്. അതെ, അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, ഞാൻ പറയുന്ന ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കരുത്. അത് ഇനിയിപ്പോൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നോർമലൈസ് ചെയ്യാതെ അത് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ റിക്കവറി ഉണ്ട്. അപ്പോൾ ഒരു പൊതുവിൽ ഒരു ഇൻറ്റിമേറ്റ് ഏരിയ റീജുവനേഷൻ എന്നുള്ളൊരു വേർഡിനെ ഡിഫൈൻ ചെയ്താൽ ഡോക്ടർ എങ്ങനെയായിരിക്കും അത് കാണുന്നത്? ഇൻറ്റിമേറ്റ് ഏരിയ റിജുവനേഷൻ എന്ന് പറയുമ്പോൾ ബോത്ത് ഫങ്ഷണൽ ആൻഡ് അപ്പിയറൻസ്. ഓക്കെ. കാരണം അപ്പിയറൻസ് മാത്രം നന്നായിട്ട് ഫങ്ഷൻ ഇല്ലെങ്കിൽ ശരിയാവില്ല. ഫങ്ഷനുണ്ട്, പക്ഷേ കാഴ്ചയ്ക്ക് അപ്പീലിംഗ് അല്ലെങ്കിൽ അതും ശരിയാവില്ല എന്നാണ് ഇപ്പോൾ വന്ന കാലത്തുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒരു സ്റ്റാഫ് നഴ്സ് വന്നു. ഓക്കെ, 2 കുട്ടികളുണ്ട്, ഹാപ്പിലി മാരീഡ് ആയിരുന്നു. പക്ഷേ ഹസ്ബൻഡ് ഇപ്പോൾ വേറൊരു റിലേഷൻഷിപ്പിൽ ഇവർ കണ്ടു. അപ്പോൾ ഇത് കണ്ടപ്പോൾ അയാൾ എക്സ്ക്യൂസ് പറഞ്ഞത്, ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ് ദെയർ വെൻ ഐ സീ ഇറ്റ് ലുക്ക് സോ ഓക്വേർഡ്. അപ്പോൾ അവർ പറയുന്നത്, ഈ 2 നോർമൽ വെജൈനൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആയി. സോ ഇഫ് ഇറ്റ് ഇസ് സോ ഓക്വേർഡ് വാട്ട് ക്യാൻ ബി ഡൺ എന്ന്. അങ്ങനെ എന്നെക്കുറിച്ച് അറിഞ്ഞതും ആൻഡ് ഷീ കെയിം ടു മീ. അപ്പോൾ മസിൽസ് എല്ലാം ലാക്സായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ആൻഡ് ഞാൻ ഇപ്പോഴും പറയുന്നത്, ദ വേർസ്റ്റ് പേഷ്യൻസ് എവർ ഇസ് മെഡിക്കൽ ഫീൽഡിലുള്ളവർ, ബി ഇറ്റ് ഡോക്ടേഴ്സ്, ബി ഇറ്റ് നഴ്സസ്, ദേ ആർ ദ വേർസ്റ്റ് പേഷ്യൻസ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലും ഞാനൊരു പേഷ്യൻ്റ് ആയപ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് വി നോ എ ലിറ്റിൽ ബിറ്റ് തിങ്സ്, മനസ്സിലായോ? അപ്പോൾ അതിങ്ങനെ വരും. അതാണ് നമ്മളെ കൂടുതലും എന്ത് ചെയ്യുന്നത് കൊണ്ട് റോങ് ആയിട്ട് ഡൈവേർട്ട് ചെയ്യിക്കുന്നത്. ബീയിങ് എ പേഷ്യൻറ്റ്, ഓക്കെ, വർക്കിലല്ല ഞാൻ പറയണേ. മനസ്സിലായി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേനും ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു, മൊത്തത്തിൽ സാഗ് ചെയ്തിങ്ങനെ താഴോട്ടിരിക്കുന്നു ആൻഡ് എല്ലാ ഏരിയയും ഒട്ടി ഉപ്പുമാങ്ങ പോലെ ആയിപ്പോയി. ഞാൻ പറഞ്ഞു, ഇതിന് റിജുവനേഷൻ ചെയ്യാൻ പറ്റും, ബട്ട് ദ തിങ് ഇസ് യു നീഡ് ടു ഗോ അണ്ടർ ദ നൈഫ് ഫസ്റ്റ്. അപ്പം ഹർ ക്ലിറ്റോറൽ ഏരിയ ഓൾമോസ്റ്റ് ഒരു 2-3 വയസ്സുള്ളൊരു ആൺകുട്ടിയുടെ പീനസ് പോലെ ഇരിക്കുവാണ്. അത്രയും ലെങ്ത്തിൽ അതെല്ലാം കൂടെ തൂങ്ങി. ആൻഡ് ദ ലേബിയ, അതായത് ഇന്നർ പെറ്റൽ, ആ ഒരു തിൻ സ്കിന്ന്, അതും താഴോട്ട് ഇറങ്ങിയ ഒരു ടെസ്റ്റിക്കിൾ പോലെയൊക്കെയുണ്ട്. ദാറ്റ് ലുക്സ് റിയലി ഓക്വേർഡ്. ബിക്കോസ് ഇങ്ങനെ ഒരു എന്തോ തലയിൽ കൂടെ ഒരു ഷോൾ ഇട്ടിരിക്കുന്ന പോലെ ഒരു ഫീലാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. വി ഡിഡ് ക്ലിറ്ററോഹുഡോപ്ലാസ്റ്റി, നെർവ് സ്പെയറിങ് ആണത്. സോ ദാറ്റ് സെൻസേഷനൊന്നും ഒരു പ്രശ്നവും ഇല്ല. ആൻഡ് ലേബിയൽ ട്രിമ്മിങ്ങും ചെയ്തു. അപ്പോൾ തന്നെ 70% പ്രശ്നം കാഴ്ചയ്ക്ക് മാറി. ഞാൻ ജസ്റ്റ് അവരുടെ അടുത്ത് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തു, ബിക്കോസ് അവർക്കായിട്ട് കാണാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നത്. അയ്യോ, ദിസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. ഇതാണ് ഞാൻ എൻ്റെ കല്യാണത്തിന് മുമ്പ് ഇരുന്ന് ഞാൻ ഇങ്ങനെയാ എന്ന്. ദിസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ ഫൈൻ, ആൻഡ് ഷാൽ ഐ ഡു ദ വെജൈനോപ്ലാസ്റ്റി ഓൾസോ, ബിക്കോസ് വി പോസ്റ്റഡ് ബോത്ത് 3 തിങ്സ്. ഓക്കെ. അയ്യോ, ഇത്രയും തന്നെ ഞാൻ ഓക്കെ, അതും കൂടെ ചെയ്താൽ എനിക്ക് ആ ടൈറ്റ്നെസ്സും കൂടെ കിട്ടും. ഓക്കെ, ഡൺ. വി ഡിഡ് ഇറ്റ്. പോസ്റ്റ് ഓപ്പ് ടൈം വെൻറ്റ് വെൽ. സ്യൂച്ചേഴ്സ് എല്ലാം റിമൂവ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ഞാൻ പറഞ്ഞില്ലേ, പുറമെ എല്ലാം ഉപ്പുമാങ്ങ പോലെ ചുരുങ്ങിയിരിക്കുവാണ്. അതങ്ങനെ ചുരുങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ഡാർക്കായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അതെ. അപ്പം ഞാൻ അവിടെ ലൈറ്റൻ ചെയ്യാൻ ഞാൻ ഒന്നും കൊടുത്തില്ല. ഇൻസ്റ്റെഡ് ആ ചുരുങ്ങിയിരിക്കുന്നതിന് ഞാൻ ഓൾമോസ്റ്റ് ഒരു ബർഗർ പോലെ ബ്യൂട്ടിഫൈ ചെയ്തെടുത്തു. ആൻഡ് ദാറ്റ് ലുക്സ് റിയലി ബ്യൂട്ടിഫുൾ. ഷീ റിട്ടേൺഡ് ബാക്ക് ടു ഹർ 20s. ഡോക്ടർ, ഇത് പറയുമ്പോഴും നമ്മൾ കുറേ മനുഷ്യരെയോ ഞാനും ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ പ്രധാനമായിട്ടും ഒരു 1-2 വെജൈനൽ ബർത്തൊക്കെ കഴിയുമ്പോൾ സ്ത്രീകൾക്ക് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടും അവർ അഡ്രസ്സ് ചെയ്യപ്പെടാതെ കിടക്കുന്ന അല്ലെങ്കിൽ അവരിൽ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തോന്നിയിട്ടുള്ളത്? ഒരിക്കലും അഡ്രസ്സ് ചെയ്യാത്തത് ഈ ഡ്രിബ്ലിങ് ഓഫ് യൂറിൻ ആണ്. യെസ്. ഓക്കെ. ഒന്ന് തുമ്മുമ്പോൾ, ചുമയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ജിമ്മിലൊക്കെ വർക്കൗട്ടിനൊക്കെ നമ്മൾ നിൽക്കത്തില്ലേ, മാസ് വർക്കൗട്ടിനൊക്കെ, അപ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്യുമ്പോഴത്തേനും യൂറിൻ ഡ്രിബിൾ ചെയ്ത് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെന്താ അഡ്രസ്സ് ചെയ്യാത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. മജോറിറ്റി ആൾക്കാർക്കും ഇതെന്താ ട്രീറ്റ്മെൻ്റ് എന്ന് അറിയാത്തത് കൊണ്ടായിരിക്കണം. ഇതിന് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്നാണ് പറയുന്നത്.
അതായത് ജസ്റ്റ് എന്തെങ്കിലും ഒരു സോർട്ട് ഓഫ് സ്ട്രെസ് ഒന്ന് ചുമയ്ക്കുമ്പോൾ എല്ലാം ഉണ്ടെങ്കിൽ ആ ബ്ലാഡർ എന്ത് ചെയ്യുക കൺട്രോൾ പോകുന്ന കണക്ക്. പണ്ടൊക്കെ ഈ ബ്ലാഡറിനകത്ത് റിമ്മൊക്കെ ഇടുന്നതും ഒന്ന് ടക്ക് ചെയ്യുന്നതും ഒക്കെയുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. ഓൾ ദോസ് ആർ സർജിക്കൽ. ഇപ്പോൾ അതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. എനർജി ബേസ്ഡ് ഡിവൈസസ്, അതുപോലെ പോളിന്യൂക്ലിയോടൈഡ്, പ്ലാസ്മ തെറാപ്പി, ആഫ്റ്റർ 1 സെഷൻ തന്നെ അവർ നല്ല ഇമ്പ്രൂവ്ഡ് ആവും. ഒൺലി തിങ് ഇസ് ഇതിൻ്റെ ഗ്രേഡ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ഡിഫറെൻ്റ് ആണ്. കഴിഞ്ഞ ആഴ്ച എനിക്ക് ഇസ്രായേലിൽ നിന്നൊരു പേഷ്യൻ്റ് ലീവിന് വന്നതാണ് 1 മന്തിലേക്ക്. അപ്പോൾ അവർ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ബ്ലാഡർ ഫുള്ളായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ മൊത്തം അപ്പോഴേ പോകും എന്ന്. അപ്പോൾ അതിൻ്റെയും റിപ്പയർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആൻഡ് ആഫ്റ്റർ ഈച്ച് സെഷൻ ഷീ സേസ് ലൈക്ക് ഷീ ഈസ് ഫീലിംഗ് റിയലി ഗുഡ് എന്ന്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് സമയപരിമിതി എന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ട്, അതായത് ഒരു 30 ദിവസത്തെ ലീവിനായിരിക്കും ഇവർ വരുന്നത്. സോ ദാറ്റ് നമ്മൾ മൾട്ടി വേ അപ്രോച്ച് ആയിരിക്കും. അല്ലാതെ ഇവിടെ തന്നെയുള്ള ഒരാളാണെങ്കിൽ പോയിട്ട് പിന്നെയും വരാമല്ലോ. ഇതെന്ന് പറയുന്നത് ചിലപ്പോൾ 2 വർഷമൊക്കെ കൂടുമ്പോഴായിരിക്കും നാട്ടിൽ ലീവിന് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഫിനിഷ് ചെയ്തിട്ട് പോകണം. അപ്പോൾ മൾട്ടി വേ അപ്രോച്ച് കൊടുക്കാം. ഡോക്ടർ, അതുപോലെ മനുഷ്യർ എപ്പോഴും പറയാറില്ല, നമ്മൾ കോമൺലി കേൾക്കുന്ന കാര്യങ്ങൾ, ഈ പൊടിക്കൈ ഉണ്ടോ, ടിപ്പ് ഉണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിക്കും. അല്ലെങ്കിൽ ഡോക്ടറുടെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ നമുക്ക് കൊള്ളൂർ ആ ഡോക്ടറോടൊന്ന് ചോദിക്കും, ഈ പ്രശ്നത്തിൽ എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ എന്നൊന്ന് ചോദിച്ച് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കും. അതിൽ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻറ്റിമേറ്റ് ഏരിയയിലെ കറുത്ത നിറം, അല്ലെങ്കിൽ അത് ഡാർക്കായി പോകുന്നു എന്നുള്ളത്. ശരിക്കും നമുക്ക് ടിപ്പൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രശ്നം തന്നെയാണോ അത്? ആക്ച്വലി ഇതിനൊന്നും DIY ഇല്ല, ടു ബി ഫ്രാങ്ക്. ആ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, വി ആർ ദ്രവീഡിയൻസ്, നമ്മുടെ ഒറിജിൻ, വി ആർ ബ്രൗൺ സ്കിൻ പീപ്പിൾ. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലെക്ചേഴ്സ് ഓർ ഫോൾഡ്, അതായത് ബീറ്റ് നക്കിൾസ്, എൽബോ, അണ്ടർ ആം, ഇൻറ്റിമേറ്റ് ഏരിയ, നീസ്, നെക്ക് ഏരിയ എല്ലാം കുറച്ച് ഡാർക്ക് ആയിരിക്കും നോർമൽ സ്കിന്നിനെ കാട്ടി. അത് അങ്ങനെയാണ്, നമ്മുടെ ഒറിജിൻ വൈസ് അങ്ങനെയാണ്. പക്ഷെ ചില ആൾക്കാർക്ക് പിഗ്മെൻറ്റേഷൻ വളരെ കൂടുതലായിരിക്കും. അത് ചിലപ്പോൾ ഹോർമോൺസും ഉണ്ടായിരിക്കാം, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഒബേസിറ്റി, അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി, അതുപോലെ സൺ എക്സ്പോഷർ, അതല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഉള്ളി ദ പ്രൈവറ്റ് പാർട്സ്, ഈ പറഞ്ഞതുപോലെ വാഷ് ചെയ്തിട്ട് ആ നനവോടെ ഇട്ട് റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ ഈ ഹോർമോണൽ പിൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീംസ് യൂസ് ചെയ്യുന്നത്, ഹെയർ റിമൂവ് ചെയ്യുന്ന ടെക്നിക്ക്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പോൾ അതിന് ടിപ്പല്ല, ഒരു പ്രോപ്പർ കൺസൾട്ടേഷനാണ് വേണ്ടുന്നത്. ഫസ്റ്റ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം എന്താണെന്നുള്ള കാരണം കണ്ടുപിടിക്കാൻ. എന്നാലല്ലേ ഒരു പൂർണ്ണമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ആവത്തുള്ളൂ. ബിക്കോസ് എന്തെങ്കിലും വരെ തേച്ചൊരു ഇച്ചിരി ഒന്ന് ലൈറ്റായിട്ട് പിന്നെയും ബാക്ക് ടു നോർമൽ ഓർ വേഴ്സൺ എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഈ വെജൈനൽ ലൂസ്നെസ്. അത് ശരിക്കും കാലം കൊണ്ടും പ്രായം കൊണ്ടും ഡെലിവറി കൊണ്ടും ഒക്കെ വരുന്നതാണോ, അല്ലാതെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഈ പെൽവിക് മസിൽസിൻ്റെ ടോൺ കുറയുമ്പോഴും ആ വെജൈനൽ ലൂസ്നെസ് വരാറുണ്ട്. അതിപ്പോൾ റീസെൻ്റ്ലി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരും അങ്ങനെ വരാറുണ്ട്. അതിനിപ്പോൾ പ്രഗ്നൻസി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. മറ്റൊന്നാണ് വജൈനൽ ഡ്രൈനസ്. അത് ശരിക്കും ഈ പ്രായവുമായി അസോസിയേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ തന്നെയാണോ ശരിക്കും? വജൈനൽ ഡ്രൈനസ് എന്ന് പറയുമ്പോൾ അത് ഏജ് റിലേറ്റഡ് ആണ് ഒരു 90%. പക്ഷേ ചില ആൾക്കാരുണ്ട് ഒരു വജൈനൽ ഒരു ലൂബ്രിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ ഒരു ഇൻ്റർകോഴ്സിന് ശ്രമിക്കുന്നത്. അപ്പോഴും പെയിൻഫുൾ ഇൻ്റർകോഴ്സ് ആയിരിക്കും. മെയിൻലി വജൈനൽ ഡ്രൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെയിൻഫുൾ സെക്സ് ആണ്. അപ്പോൾ അതിനെ അങ്ങനെയും കാണേണ്ടി വരും. എല്ലാം ഒരു പ്രോപ്പർ ഇവാലുവേഷൻ കഴിഞ്ഞിട്ട് നമുക്കൊരു കൺക്ലൂഷൻ എത്താൻ പറ്റത്തുള്ളൂ. അതാണ് ഈ ഒരു ഇൻറ്റിമേറ്റ് എന്നല്ല, ഞാൻ ഫോക്കസ് ചെയ്യുന്ന എല്ലാ ഏരിയയിലും അതാണ്. നമ്മൾ ഈ പേഷ്യൻ്റ് വന്ന് പറയുന്ന ആയിരിക്കത്തില്ല ലാസ്റ്റ് വരുന്ന കൺക്ലൂഷൻ. അത് രണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ പലതവണ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളൊരു കേസാണ്. ഒരു കപ്പിൾ വന്നു, 7 ഇയേഴ്സായി മാരീഡായിട്ട്, അവർ ഒരു 5-6 വർഷമായിട്ട് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുവാണ്. ഓക്കെ, എന്നിട്ട് അതിങ്ങനെ സംസാരിച്ച് ഒരുപാട് കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ദേ ഹാവ് നെവർ അണ്ടർവെൻറ്റ് ത്രൂ ഇൻ്റർകോഴ്സ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താ? ഷീ ഈസ് ഹാവിങ് വെജനിസ്മസ്. പക്ഷേ ഇതൊന്നും അറിയാതെ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു, സ്കാൻ എടുക്കുന്നു, ഹോർമോൺ ഇഞ്ചെക്ഷൻസ് എടുക്കുന്നു, എന്തെല്ലാം എടുക്കുന്നു, ബേസിക് ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാതെ. അതെ. അപ്പം ഈ പെയിൻഫുൾ ഇൻ്റർകോഴ്സ് എന്ന് പറയുമ്പോൾ വജനിസ്മസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, വജൈന ചുറ്റും കുറേ മസിൽസാണ്. അപ്പോൾ എനി അറ്റംപ്റ്റ് ടു പെനിട്രേഷൻ, ബി ഇറ്റ് മെയിൽ ഓർഗൻ ഓർ എനി ഡയലേറ്റേഴ്സ്, ഈ മസിൽസ് എന്ത് ചെയ്യും, ഇൻവോളണ്ടറി ആയിട്ട് അവർ പോലും അറിയാതെ
പെട്ടെന്ന് ഇത് കയറി കോൺട്രാക്റ്റ് ടൈറ്റായി പോകും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ഒരു അസുഖം എന്ന് പറയുന്നത് സ്ലോലി ഡയലേറ്റേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ് ഇങ്ങനെ യൂസ് ചെയ്തിട്ടായിരിക്കും ഡയലേറ്റ് ചെയ്ത് വരുന്നത്. അത് പണ്ടത്തെ ഗൈനക്കോളജി. പക്ഷേ ഇതെന്ന് പറയുന്നത് വിത്തിൻ 5 days കംപ്ലീറ്റ് നോർമലാക്കാൻ പറ്റും ബയോ റീമോഡുലേറ്റേഴ്സ് വെച്ചിട്ട്. ദാറ്റ് ഈസ് വാട്ട് ഐ എം യൂസിങ്. എനിക്കിത് വാജിനിസ്മസ് ആണെന്നൊന്ന് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്ററി പ്രോപ്പറായിട്ട് അവരുടെ വായിൽ നിന്നൊന്ന് എടുക്കാനായിട്ട് 2 മണിക്കൂർ വേണ്ടി വന്നു. മനസ്സിലായി? ഇതെല്ലാം സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഡേറ്റ ഇല്ലാതെ ഇത്രയും നാൾ അവർ എന്തിനാ ഇത്രയും ഹോർമോൺ ഇഞ്ചെക്ഷൻസ് എടുത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ആൻഡ് ഞാനത് പറഞ്ഞു, ഞാൻ എക്സാമിൻ ചെയ്യാൻ നോക്കി. അപ്പോൾ ജസ്റ്റ് ഞാനൊരു ഫൈനായിട്ടുള്ളൊരു ടെസ്റ്റ് ട്യൂബാണ് ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കിയത്. ആൻഡ് ദെൻ ഐ ഫൗണ്ട് ഇറ്റ് ഇസ് വാജിനിസ്മസ്. ഞാൻ പറഞ്ഞു ഇതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് 5 days ആകുമ്പോൾ നിങ്ങളത് ഓക്കെ ആവും. ഐ ക്യാൻ ഗിവ് യു ഡയലേറ്റേഴ്സ് ഓൾസോ. പക്ഷേ അതിൻ്റെ ആവശ്യം ബേസിക്കലി വരത്തില്ല. അത് നമ്മുടെ ഒരു പേടി ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ ഡയലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എനിക്കൊന്ന് ആഫ്റ്റർ എ മന്ത് ദാറ്റ് കപ്പിൾ കെയിം വെരി ഹാപ്പി. അപ്പോഴും എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം എന്തിനാ ഇവർ ഈ മരുന്ന് ഇത്രയും കൂടെ കഴിച്ചത് എന്നുള്ളതാണ്. യെസ്, എത്ര ഇഞ്ചെക്ഷൻസ് ആണെന്നറിയോ? ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ കോസ്റ്റ്, പിന്നെ ഈ പ്യൂരിഫൈഡ് ഹ്യൂമൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ഹോർമോൺസ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ഭയങ്കര വിലയുമാണ്. അൺനെസസറി ഒരു ബോഡിയിൽ എന്തിനാ ഈ ഹോർമോൺസ് എല്ലാം കൂടെ എടുക്കുന്നത്? ഡോക്ടർ, അതുപോലെ തന്നെയാണ് ഏറ്റവും കോമൺ ആയി കാണുന്ന ഒരു ഇത്തരത്തിൽ വരുന്ന ഒരു സംശയമാണ് ഈ മെയിൽസിലാണെങ്കിൽ ഈ ഫോസ്കിൻ റിമൂവ് ചെയ്യണ്ടേ, അത് ഹൈജീൻ്റെ ഭാഗമാണോ, അത് ചെയ്യുന്നതാണോ നല്ലത്? അത്തരം ആശങ്കകൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? ഞാൻ ബേസിക്കലി ഫോർസ്കിൻ റിമൂവ് ചെയ്യണമെന്നാണ് കൂടുതലും പറയുന്നത്. ബേസിക്കലി ഹൈജീൻ ചില ആൾക്കാർ കസ്റ്റമറി ആയിട്ടും വന്ന് ചെയ്യാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് സീൻ മെയിൽസ് ഓവർ 35 years old. അവർ മാരീഡ് ആയിരിക്കും, കുട്ടികൾ കാണും, പക്ഷേ ഈ ഫോർസ്കിൻ ഒട്ടും റിട്രാക്ട് ചെയ്യാനേ പറ്റില്ല. ആൻഡ് ടു ബി ഫ്രാങ്ക് ഇറ്റ് ഇസ് സോ ഫൗൾ സ്മെല്ലിങ്. വൈ? ബിക്കോസ് ആ ഏരിയയിൽ സ്മെഗ്മ എന്ന് പറഞ്ഞ് ഒരു തിൻ പാൽപ്പാട പോലെ ഒരു അഴുക്കാണത്. ബേസിക്കലി സെക്രീഷനും എല്ലാം കൂടെ ചേർന്നിട്ട് വന്ന് കളക്ട് ചെയ്യും. അത് ക്യാൻസറസ് ആണ് ലോങ് റണ്ണിൽ. ഓക്കെ, അതുപോലെ ആ ബേസിക് ഹൈജീന് വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ചെയ്യാവുന്നതാണ്, അതിന് പ്രശ്നമൊന്നുമില്ല. പണ്ടായിരുന്നു സ്റ്റിച്ചൊക്കെ ഇട്ട് കുറേ ദിവസം ഇങ്ങനെ കിടക്കണം, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? അതേപോലെ ഇപ്പോഴെന്ന് പറയുന്നത് സ്റ്റേപ്പിൾ സർക്കംസിഷൻ ഉണ്ട്. അതിനകത്ത് സ്റ്റിച്ചസ് ഒന്നും വരുന്നില്ല, ബ്ലീഡിങ് ഇല്ല, പെയിൻ ഇല്ല. ഒരു 5-10 minutes ആ പ്രൊസീജിയർ കഴിയുകയും ചെയ്യും. ഇറ്റ് ഇസ് സോ അഡ്വാൻസ്ഡ്. വി ആർ ഡൂയിങ് ഇൻ ഒൺലി തിങ്സ് ഞാൻ അഡൾട്ട്സിനാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്, കൊച്ചു കുട്ടികളെക്കാട്ടി കൂടുതൽ. കാരണം ഈ ഫോസ്കിൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അവർക്ക് റെപ്പറ്റേറ്റീവായിട്ട് കുറേ ഇൻഫെക്ഷൻ വരും. പെയിൻ ഡ്യൂറിങ് ഇൻ്റർകോഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫീമെയിൽ മാത്രം അനുഭവിക്കുന്നതല്ല. അതെ, അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ. പിന്നെ ഇതിങ്ങനെ ക്രോണിക് ആയിട്ട് ഈ സ്മെഗ്മ എന്ന് പറയുന്ന സാധനം അടിഞ്ഞു കൂടിയിട്ട് ഇറോഷൻസ്, പെനൈൽ ഇറോഷൻസ് ഒക്കെ വരാം. അൺനെസസറി ആണ്. സോ അങ്ങനെയുള്ളവരോടൊക്കെ ഞാൻ പറയുന്നത് സർക്കംസേഷൻ ചെയ്യൂ. ഡോക്ടർ, എനിക്കറിയാം ഡോക്ടർ ഒരു സൈക്കോളജിസ്റ്റ് അല്ല, ഒരു സെക്സോളജിസ്റ്റ് അല്ല, പക്ഷേ ഒരുപാട് മനുഷ്യരുടെ ഒരു സെക്ഷൽ വെൽനെസ്സിൻ്റെ ഭാഗമായിട്ടുള്ള കഥകളും അനുഭവങ്ങളും കേൾക്കുന്നത് കൊണ്ട് ഒരറിയാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കുകയാണ്. മനുഷ്യരിൽ ഈ ലോ ലിബിഡോ അല്ലെങ്കിൽ പോൺ അഡിക്ഷൻ ഇത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഇതിൻ്റെ ഒരു അണ്ടർലൈൻ കോസായി കാണാറുണ്ടോ സംസാരിച്ച് വരുമ്പോൾ? ഡിക്രീസിങ് ഡിസയർ മോസ്റ്റ് ഓഫ് ദ ടൈംസ് പെർഫോമൻസ് ആങ്സൈറ്റി ആണ്. അതായത് പെട്ടെന്ന് ഇജാക്കുലേറ്റ് ആവുമോ, അല്ലെങ്കിൽ വാട്ട് ഇഫ് ഷീ ഡസൻ ഫീൽ ഓർഗാസം, ആം ഐ ഇനഫ് ഇൻ ബെഡ്, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് ബോത്ത് ദ ജെൻഡേഴ്സ് വരുന്നത്. മനസ്സിലായോ? മെൻ അൾട്ടിമേറ്റ്ലി ദർ ഇസ് എ ക്ലൈമാക്സ്. ഫോർ വിമൻ എപ്പോഴും ആ ഒരു ഓർഗാസം ചിലവ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള തോട്ട് പ്രോസസ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു യൂണിവേഴ്സൽ ഫിനോമിന അല്ല, ദർ ഇസ് നോ ഫോർമുല ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ലോ ഡിസയർ എന്ന് പറഞ്ഞത് മെയിൻലി വരുന്നത്. അതല്ലാതെ മെഡിക്കൽ കണ്ടീഷൻസും ഉണ്ട്, പക്ഷെ കൂടുതലും ആൾക്കാർ ഇത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. പിന്നെയുള്ള പോൺ അഡിക്ഷൻ. ഈ പോൺ അഡിക്ഷൻ പ്രിമച്ചുർ ഇജാക്കുലേഷന് കാരണമാകുന്നു എന്ന് സ്റ്റഡീസ് ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ അക്കോർഡിംഗ് ടു മൈ എക്സ്പീരിയൻസ് വാട്ട് ഐ ഫീലേഴ്സ് മെജോറിറ്റി ആൾക്കാരും വന്ന് പറയുന്ന ഹിസ്റ്ററിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ചാൽ
ഒരു ടീനേജ് അല്ലെങ്കിൽ ആ ഒരു കോളേജ് ഡേയ്സിലൊക്കെ ഈ പോൺ വീഡിയോ കാണും. ദേ ജസ്റ്റ് വോണ്ട് ടു ഡു ഇറ്റ് ആൻഡ് ഫിനിഷ് ഇറ്റ് ഫാസ്റ്റ്. ഡോക്ടർ, നമ്മൾ എപ്പോഴും ഈ സെക്ഷൽ ഹെൽത്തിനെ പറ്റിയും ഇൻറ്റിമേറ്റ് ഏരിയയെ പറ്റിയൊക്കെ സംസാരിച്ച് പോകുമ്പോൾ സ്ത്രീകളുടെ വെർജിനിറ്റിയെ പറ്റി സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ മെയിൽസിന് ശരിക്കും വെർജിനിറ്റി എന്നൊരു കൺസെപ്റ്റ് ഉണ്ടോ? ഇത് എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? ഒരു മെയിൽ വെർജിനിറ്റി പറ്റി സംസാരിക്കാൻ പറഞ്ഞാൽ ഡോക്ടർ എന്തായിരിക്കും പറയാനുള്ളത്? മെഡിക്കലി ആൻഡ് സർജിക്കലി ഓർ എനി സയൻറ്റിഫിക് ബേസിസ് വിർജിനിറ്റി ഇൻ മെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാൻ പറ്റില്ല. വൈ? ബിക്കോസ് അങ്ങനെ ഒരു ആഫ്റ്റർ ഇൻ്റർകോഴ്സ് ആ മെയിൽ ഓർഗനിൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ, അല്ലെങ്കിൽ സ്ട്രെങ്ത്തിന് ഡിഫറൻസ് വരുമോ, അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. പിന്നെ മെയിൽ ഓർഗൻ ആസ് സച്ച് ചില ആൾക്കാർ പറയും ബിക്കോസ് ഓഫ് ദ പെർഫോമൻസ് അങ്ങനെ, അല്ലെങ്കിൽ ബോഡി ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ നേരത്തെ ഉണ്ടായിട്ടുണ്ടാവാം ഇൻ്റർകോഴ്സ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മിത്താണ്. അങ്ങനെ ആർക്കും ഒരു സർട്ടിഫിക്കറ്റ് പോലും ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഒൺലി തിങ് ഇസ് ആ ഒരു പൊട്ടൻസി, മെയിൽ പൊട്ടൻ്റ് ആണോ, അതായത് ഏബിൾ ടു ഡു ഇൻ്റർകോഴ്സ് ഓർ നോട്ട്, ആ കാര്യം മാത്രമാണ് നമുക്കൊരു മെയിൽ ഓർഗൻ വെച്ചിട്ട് എന്തെങ്കിലും അത് സജസ്റ്റീവ് എവിഡൻസ് ഓഫ് എന്നും പറഞ്ഞാണ് നമ്മൾ കൊടുക്കുന്നത്. ഫസ്റ്റ് തിങ് ഞാൻ പറയുന്നത് ഈ ബിഫോർ മാരേജ് വിർജിനിറ്റിയൊക്കെ കുറിച്ച് നോക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു. പോയി. വാട്ട് ഐ വുഡ് സജസ്റ്റ് ഇസ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ബോത്ത് ദ പാർട്ട്നേഴ്സ് നോക്കണം. HIV പിന്നെ ആഫ്റ്റർ ഓൾ ഒരു ഇമോഷണൽ കണക്ഷനാണ്. ഇങ്ങനെയുള്ള ഇവാലുവേഷനെക്കാട്ടി കൂടുതൽ കമ്മ്യൂണിക്കേഷനാണ് നല്ലത്. ബാക്കിയുള്ളവരുടെ പ്രൈവസിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാമെന്നുള്ളത്. പിന്നെ ഫിസിക്കലി എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായും ഡോക്ടറെ കാണുകയും വേണം. അതെ. ഓക്കെ ഡോക്ടർ, നമ്മളൊരു സെക്ഷൽ വെൽനെസ്സിനെ പറ്റിയിട്ടും അതല്ല എൻ്റെ ഹൈജീൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു സെക്ഷൽ ഹെൽത്തിൻ്റെ ഭാഗമായിട്ട്, ഒരു ഇൻറ്റിമേറ്റ് ഏരിയ ഹെൽത്തിൻ്റെ ഭാഗമായിട്ടായാലും എന്തൊക്കെ സയൻസ് ഞാൻ കണ്ടാൽ, അതൊരു പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, ഇത് ഞാനിങ്ങനെ സഹിച്ച് വെച്ചുകൊണ്ടിരിക്കരുത്, നിങ്ങളൊരു ഡോക്ടറെ കാണണം. മറ്റ് ഇനിയിപ്പോൾ എൻ്റെ ഒരു ബ്യൂട്ടിയും ഒരു കോസ്മെറ്റിക് ആസ്പെക്റ്റും ഒക്കെ നിങ്ങൾ അപ് ടു യുവർ കോൺഫിഡൻസ്, പക്ഷേ നിശ്ചയമായും നിങ്ങളിതൊന്ന് കണ്ടേക്കൂ ഡോക്ടറെ എന്ന് പറഞ്ഞ് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാനാണെങ്കിൽ അതെന്തൊക്കെയായിരിക്കും? ഡ്രിബ്ലിംഗ് ഓഫ് യൂറിൻ എന്ന് പറയുന്നത് എല്ലാവർക്കും വരുന്ന ഒരിതാണ്. അതുപോലെ വെജൈനൽ ഡ്രൈനെസ് ആൻഡ് വെജൈനൽ ലൂസ്നെസ്. പിന്നെ അപ്പിയറൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻറ്റിമേറ്റ് ഏരിയ ഡാർക്കനിങ് അത് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂ ആണ്. ഒരു പേടിയും വേണ്ട, അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡു ഇറ്റ് സേഫ്ലി. നമ്മൾ ഈ അടുക്കളയിലുള്ള മഞ്ഞളും പയറുപൊടിയൊക്കെ വാരി തേച്ച് ആ ഒരു ഏരിയ ഡ്രൈ ആക്കി പിന്നെ അവിടെ വെടിച്ച് കീറുന്ന അവസ്ഥയാക്കി സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ ആക്കി പതുക്കെ കൊണ്ടുവരാതെ അത് ഡയറക്റ്റായിട്ട് ഇങ്ങ് കൊണ്ടുവന്നാൽ അത് നല്ലതായിട്ട് ട്രീറ്റ് ചെയ്ത് തരാം. ഡോക്ടർ ഒരുപാട് മനുഷ്യരുടെ ഏറ്റവും സ്വകാര്യമായ ഇടത്തിലെ കോൺഫിഡൻസ് ആയിക്കോട്ടെ, ഹൈജീൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വെൽനെസ് ആയിക്കോട്ടെ, ഈ ഏരിയ ഒക്കെ കൈകാര്യം ചെയ്യുന്ന കുറേ നല്ല അറിവുകൾ പങ്കുവയ്ക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച്.